ഹലോ, എസ്റ്റർ ഫാഷൻ ബുട്ടീക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ വീണ്ടും വന്നിരിക്കുന്നത് നമ്മുടെ ക്രിസ്മസ് കളക്ഷനിലുള്ള ഹാൻഡ് പിക്ക് സാരീസ് ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് 2-3 വീഡിയോസിലായിട്ട് ഈ ഒരു ഹാൻഡ് പിക്ക് സാരീസിന്റെ കളക്ഷൻസ് ആണ് കാണിക്കുന്നത്. ഇപ്പോൾ പേസ്റ്റൽ സാരീസ് ഉണ്ടായിരുന്നു, അതുപോലെ വൈറ്റ് സാരീസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് വീണ്ടും പേസ്റ്റൽ ചാർട്ടിൽ വരുന്ന ഓഫ് വൈറ്റ് സാരീസിന്റെ കളക്ഷൻസ് കാണിക്കാനായിട്ടാണ്. സാരീസ് കാണിക്കുന്നതിന് മുമ്പ് ലാസ്റ്റ് 2 വീഡിയോസിനും ഒരുപാട് റെസ്പോൺസ് ഉണ്ടായിരുന്നു. ഒത്തിരി ആൾക്കാർ നമ്മുടെ അടുത്ത് സാരീസ് വാങ്ങിക്കാനായിട്ട് ഒത്തിരി കോണ്ടാക്ട് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒത്തിരി ആൾക്കാർ പേഴ്സണലി വന്നെടുക്കാവോ എന്നൊക്കെ ചോദിച്ചു വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഓൺലൈനായിട്ട് മാത്രമേ ഈ ഒരു ഷോപ്പ് ഉള്ളൂ. നമുക്കത് ഫിസിക്കൽ സ്റ്റോർ ഇല്ല. നമ്മുടെ സ്ഥലം കോട്ടയമാണ്. അതൊക്കെ ചോദിച്ചു ഒത്തിരി ആൾക്കാർ നമ്മളെ വിളിക്കുന്നുണ്ട്. അതുപോലെ ഞാൻ ലാസ്റ്റ് വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിവതും നമ്മളെ വോയിസ് മെസ്സേജ് ആയിട്ടോ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടോ കോൺടാക്ട് ചെയ്യുമായിരിക്കും നമുക്ക് കൂടുതൽ കൺവീനിയൻറ്റ്. കാരണം വെച്ചാൽ എപ്പോഴും നമുക്ക് കോൾ എടുക്കാൻ പറ്റിയെന്ന് വരത്തില്ല. ഒരു കോൾ മാത്രമല്ല വരുന്നത്, ഒരുപാട് കോൾസ് വരുന്നുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു വർക്ക് എല്ലാം നടക്കുകയും ചെയ്യണം. ഇതിൻ്റെയൊക്കെ പാക്കിംഗ് ആണെങ്കിലും അതുപോലെ നമ്മുടെ റെഗുലർ ആയിട്ടുള്ള മെഷീൻ എംബ്രോയിഡറി, ഹാൻഡ് എംബ്രോയിഡറി വർക്കുകളൊക്കെ നടക്കണം. ഇതെല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഒരുപാട് കോൾസ് കൂടെ അറ്റൻഡ് ചെയ്യാൻ പോയാൽ നമ്മുടെ വർക്കുകൾ ഒരുപാട് പെൻഡിങ് ആയി പോവാണ്. കോളിന് ഒത്തിരി ടൈം ആകുന്നതുകൊണ്ട് അപ്പോൾ നമുക്ക് മെസ്സേജസ് ആണെങ്കിൽ എനിക്ക് ഇൻ ബിറ്റ്വീൻ അത് ആൻസർ ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ കാണുന്ന സമയത്ത് ഒരുമിച്ചിരുന്ന് മെസ്സേജിന് റിപ്ലൈ തരാനായിട്ടോ പറ്റുന്നതായിരിക്കും. അപ്പോൾ കഴിവതും നമ്മളെ വോയിസ് മെസ്സേജസ് ആയിട്ടോ ടെക്സ്റ്റ് മെസ്സേജസ് ആയിട്ടോ കോൺടാക്ട് ചെയ്യുക. കോൾസ് മാക്സിമം അവോയ്ഡ് ചെയ്യുക. അതുപോലെ ചിലപ്പോൾ ചില ആൾക്കാരൊക്കെ മെസ്സേജസ് അയച്ചിട്ട് പെട്ടെന്നൊരു 10 മിനിറ്റ്സിൽ അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ്സിനുള്ളിൽ റെസ്പോണ്ട് കിട്ടിയില്ലെങ്കിൽ പെട്ടെന്ന് പിന്നെയും കോൾ ചെയ്യും. നമ്മൾ എന്താണെങ്കിലും റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ അങ്ങനെ കണ്ടിന്യൂസ്ലി കോൾ ചെയ്യണം എന്നില്ല. നമ്മൾ എന്താണെങ്കിലും റെസ്പോണ്ട് ചെയ്യുന്ന ലാസ്റ്റ് ഒരു വീക്ക് ഒത്തിരി കോൾസിനൊക്കെ നമുക്ക് റിപ്ലൈ ചെയ്യാനായിട്ട് പറ്റാതെ വന്നിട്ടുണ്ട്. എന്നാലും ഞാൻ കഴിവതും എല്ലാവർക്കും വോയിസ് മെസ്സേജസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ കുഞ്ഞിന് പനിയായിരുന്നു. ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ കാരണം എല്ലായിടത്തും പനിയുടെ സീസണൊക്കെയാണ്. അപ്പോൾ അതും ഈ ഒരു വർക്കും എല്ലാം കൂടെ ഒരുമിച്ച് വന്നപ്പം നമുക്ക് എല്ലാം കൂടെ ഒന്ന് മാനേജ് ചെയ്യാനായിട്ട് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് കാണാം. അപ്പോൾ ഇന്ന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ഒരു പാറ്റേൺ ആണ്. വീണ്ടും ചന്തേരി സിൽക്കിലാണ് നമുക്ക് ഈ ഒരു സാരി വരുന്നത്. നമ്മൾ നേരത്തെ പേസ്റ്റൽ ഷെയ്ഡ്സ് കാണിച്ച് അതേ ഒരു പാറ്റേൺ ആണ്. കളറിലും അതുപോലെ കളർ കോമ്പിനേഷൻസിലും ഒക്കെ വരുന്ന ഡിഫറൻസ് ആണ് ഈ ഒരു സാരിയിൽ വന്നിരിക്കുന്നത്. നെറ്റ് ആപ്ലിക് വർക്ക് തന്നെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഫ്ലോറൽ ഡിസൈൻ ആണ്. പക്ഷെ നമ്മൾ ആ ഒരു പേസ്റ്റൽ ഷെയ്ഡ് കാണിച്ചതിനേക്കാളും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഡിസൈൻ ആണ് വന്നിരിക്കുന്നത്. ഫ്ലോറൽ ഡിസൈൻ തന്നെയാണ്, പക്ഷേ ആ ഫ്ലവേഴ്സ് ഒക്കെ കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫ്ലവർ പാറ്റേണിൽ വന്നിരിക്കുന്നതാണ്. അതുപോലെ നമ്മൾ ആ ഒരു പേസ്റ്റൽ ചാർട്ടിൽ കണ്ടപ്പം സെൽഫ് കളർ ആയിരുന്നു സാരിയും ത്രെഡും, അതുപോലെ ആ ഒരു വർക്ക് രണ്ടും സെൽഫായിരുന്നു വന്നിരുന്നത്. ഈ പ്രാവശ്യം വന്നിരിക്കുന്നതിൽ വർക്കുകളാണ് കളർ വ്യത്യാസം വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ സാരീസിൻ്റെയും ബേസ് കളർ ഈ ഒരു ഓഫ് വൈറ്റ് ചന്തേരി സിൽക്ക് മെറ്റീരിയലാണ്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മെറ്റീരിയലിനെ കുറിച്ച് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഫസ്റ്റ് ടൈം ആയിട്ട് വീഡിയോ കാണുന്നവർക്ക് വേണ്ടി വീണ്ടും പറയുവാണ്. ചന്തേരി സിൽക്ക് എന്ന് പറയുന്നത് കുറച്ച് ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള നല്ലൊരു മയം ഉള്ളതുപോലത്തെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഒരു ഒതുങ്ങി കിടക്കുന്ന നമുക്ക് ഈസി ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു ഫങ്ഷൻ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മെറ്റീരിയലാണ്. ഒത്തിരി ഹെവി അല്ല, എന്നാൽ ഒരുപാട് ട്രാൻസ്പെറൻറ്റും അല്ല. സിംഗിൾ ലെയറിൽ ഈ ഒരു ട്രാൻസ്പെറൻസി ഒരു മെറ്റീരിയലിന് വരുന്നുള്ളൂ. നമ്മൾ ഫ്ലീറ്റഡ് ആയി ഉടുക്കുന്ന സമയത്ത് അധികം ട്രാൻസ്പെറൻ്റ് ഒന്നും അല്ലാതെ ഈ ഒരു മെറ്റീരിയൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഈ ഒരു വർക്ക് നമുക്ക് അത്യാവശ്യം നല്ലൊരു ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേണിലുള്ള ഒരു വർക്കാണ്. ഇതാണ് പല്ലുവിൻ്റെ എൻ പോർഷൻ വരുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ല വീതിയിൽ തന്നെ നെറ്റ് ആപ്ലിക് വർക്ക് വന്നിട്ടുണ്ട്. ആ ഒരു ഓഫ് വൈറ്റിൽ കോൺട്രാസ്റ്റ് ചെയ്ത് ആ ഒരു പിങ്ക് കളർ കാണാം. ബേബി പിങ്ക് അല്ല, ബേബി പിങ്കിനേക്കാളും കുറച്ചും കൂടെ ഒരു ബ്രൈറ്റർ ആയിട്ടുള്ളൊരു പിങ്ക് ഷെയ്ഡാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പിങ്ക് ഷെയ്ഡാണ് ഈ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്. അതുപോലെ ഫുൾ ബോർഡറിലും നമ്മൾ കാണുന്ന ഭാഗത്ത് വരുന്ന ഫുൾ ബോർഡറിലും ഡിസൈൻ വരുന്നുണ്ട്. ബോർഡറിൻ്റെ എൻ പോർഷൻ എല്ലാം ആ ഒരു പിങ്ക് ഷെയ്ഡ് തന്നെ വെച്ചിട്ട് സ്കാലപ്പും വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു ഫിനിഷിലാണ് ഈ ഒരു സാരി ഫുൾ വരുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ഒരു കളക്ഷനാണ്. ക്രിസ്മസിനോട് കൂടി വന്നിരിക്കുന്ന കളക്ഷനാണ്. നമുക്ക് ലാസ്റ്റ് ഈസ്റ്ററിന് ഒരുപാട് വൈറ്റ്സ് ആൻഡ് പേസ്റ്റൽ കളക്ഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസ് ഒക്കെ കണ്ട് ഇപ്പോഴും നമ്മളെ ഒരുപാട് പേര് കോൺടാക്ട് ചെയ്യുന്നുണ്ട്, ആ സാരീസ് ഒക്കെ റീസ്റ്റോക്ക് ചെയ്യാവോ എന്ന്. സെയിം അല്ലെങ്കിലും ആ പാറ്റേണിലെങ്കിലും ഉള്ള സാരീസ് റീസ്റ്റോക്ക് ചെയ്യാനാണ് നമ്മൾ മാക്സിമം ശ്രമിക്കുന്നത്. അപ്പം നമ്മൾ അങ്ങനെ നെറ്റ് ആപ്ലിക് വർക്കിൻ്റെ സാരീസിൻ്റെ റീസ്റ്റോക്കിലായിട്ട് വന്നിരിക്കുന്ന പുതിയ കളക്ഷനിൽ നമുക്ക് നേരത്തെ ഈ ഒരു പാറ്റേൺ ഇല്ലായിരുന്നു. പക്ഷെ ഓഫ് വൈറ്റിലെ ആപ്ലിക് വർക്ക് വരുന്ന പാറ്റേൺ നമുക്ക് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഫുൾ ബോർഡർ വർക്ക് അല്ലായിരുന്നു. ഇപ്രാവശ്യം നമ്മൾ ആ ഒരു ഓഫ് വൈറ്റ് ഫുൾ ബോർഡർ ഡിസൈൻ വരുന്ന പോലെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ ബോഡി പോർഷനിൽ ഇങ്ങനെയാണ് ഇതിൻ്റെ ബോഡി പോർഷൻ വരുന്നത്. ബോഡി പോർഷനിൽ ഫുള്ളായിട്ട് ആ ഒരു മോട്ടീവ്സ്, ആ ഒരു ചെറിയ മോട്ടീവ്സ് എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട്. അത് നെറ്റ് കട്ട് വർക്ക് ആപ്ലിക് വർക്ക് അല്ല, എംബ്രോയിഡറി ഡിസൈൻസ്, ചെറിയ എംബ്രോയിഡറി മോട്ടീവ്സ് ആണ് വന്നിരിക്കുന്നത്. ഫുൾ ബോഡിയിലും
ചെറിയ സൈസിൽ ആ ഒരു എംബ്രോയിഡറി മോട്ടീവ്സ് വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ഈ ഒരു സാരി ഫുള്ളായിട്ട് വരുന്നത്. ഇതിൻ്റെ കൂടെ അറ്റാച്ച്ഡ് ബ്ലൗസ് ഉണ്ട്. ബ്ലൗസ് വരുന്നത് പ്ലെയിൻ ആയിട്ടുള്ള റണ്ണിങ് ഫാബ്രിക് ആണ് ബ്ലൗസ് വരുന്നത്. ഇതുപോലെ പ്ലെയിൻ ആയിട്ട് വരുന്ന ഓഫ് വൈറ്റ് റണ്ണിങ് ഫാബ്രിക് ആണ് ബ്ലൗസ് വരുന്നത്. അതുപോലെ നമുക്ക് ഈ ഒരു ഫുൾ ബോർഡർ ഡിസൈൻസ് ഉള്ള സാരീസ് വരുമ്പോഴെല്ലാം തന്നെ കുത്തുന്ന ഭാഗത്ത്, അതായത് നമ്മുടെ ഒരു ഫസ്റ്റ് ഹാഫ് മീറ്റർ ഈ ഒരു ബോർഡറിൽ വർക്ക് വരത്തില്ല, പ്ലെയിൻ ഫാബ്രിക് ആയിട്ട് തന്നെയാണ് വരുന്നത്. അപ്പം ഇതിനകത്ത് ഓൾമോസ്റ്റ് ഒരു 1.5 മീറ്റർ ഇതുപോലത്തെ പ്ലെയിൻ ഫാബ്രിക് ആയിരിക്കും ബ്ലൗസ് പ്ലസ് ആ ഒരു കുത്തുന്ന ഭാഗം. അപ്പം കട്ട് ചെയ്തെടുക്കുമ്പോൾ അത് സൂക്ഷിക്കുക. ബ്ലൗസിന്റെ 1 മീറ്റർ മാത്രമേ കട്ട് ചെയ്തെടുക്കാവുള്ളൂ. ബോർഡർ ഇല്ലാത്ത ഫുൾ ഭാഗം കട്ട് ചെയ്താൽ സാരിയുടെ ലെങ്ത് കുറഞ്ഞു പോകും. അപ്പം നമ്മൾ കുത്തുന്ന ഭാഗത്ത് ആ ഒരു ഡിസൈൻ വരത്തില്ല. കുത്തുന്ന ഭാഗം കഴിഞ്ഞിട്ട് ഒരു 1 മീറ്റർ ഏറ്റവും എൻഡിൽ നിന്നുള്ളൊരു 1 മീറ്റർ ആണ് ബ്ലൗസ് പീസ് ആയിട്ട് വരുന്നത്. അപ്പം ബ്ലൗസ് പീസ് മുറിക്കേണ്ടെന്നുള്ളവരാണെങ്കിൽ ഒടുക്കുമ്പം ഈ പറഞ്ഞ പോലെ ഫ്ലീറ്റ്സിനടക്ക് ഡിസൈൻ വരാതെ വരും. അപ്പം ബ്ലൗസ് വേണ്ടെന്നുണ്ടെങ്കിലും ആ ഒരു പീസ് മുറിച്ച് മാറ്റുന്നതായിരിക്കും ഉടുത്ത് വരുമ്പോഴത്തേനും കാണാനായിട്ട് ഭംഗി വരുന്നത്. ഈ ഒരു സാരിയുടെ പ്രൈസിങ് വരുന്നത് 3079 ആണ്. ഇതിന്റെ ഫസ്റ്റ് കളർ ഷെയ്ഡാണ് പിങ്ക്, ഓഫ് വൈറ്റിൽ പിങ്ക് ഷെയ്ഡ് വരുന്നത്. ഇനി നമുക്കിതിൻ്റെ ഒരു 5 ഷെയ്ഡ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. സെയിം പാറ്റേണിൽ വരുന്ന കളർ ഷെയ്ഡ്സിൽ മാത്രം ഡിഫറൻസ് വരുന്ന ഒരു 5 ഷെയ്ഡ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. സെക്കൻഡ് നമുക്ക് വരുന്ന ഷെയ്ഡ് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ്. വളരെ പേസ്റ്റൽ ചാർട്ടിൽ വരുന്ന ഒരു ഗ്രീൻ ആണ്. നമുക്കിതിൻ്റെ വീഡിയോയിൽ എത്രമാത്രം ഇതിൻ്റെ ആ ഒരു ഭംഗി എടുക്കാൻ പറ്റും എന്നറിയത്തില്ല. അത്രയും ഒരു പേസ്റ്റൽ ആയിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ്. ഒത്തിരി കോൺട്രാസ്റ്റ് ചെയ്ത് ഡിസൈൻസ് വേണ്ടെന്നുള്ളവർക്ക് ഏറ്റവും പറ്റുന്ന ഒരു ഷെയ്ഡാണ്. പിസ്ത ഗ്രീൻ തന്നെയാണ്. പിസ്ത ഗ്രീനിൻ്റെ തന്നെ ഒരു നല്ല പേസ്റ്റലായിട്ടുള്ള നല്ല സട്ടിലായിട്ടുള്ള ഒരു നല്ലൊരു ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് എസ്പെഷ്യലി ബാപ്റ്റിസം, അതുപോലെ ചേർച്ച് വെയർ ആയിട്ട്, അല്ലെങ്കിൽ ഹോളി കമ്മ്യൂണിയൻ, അങ്ങനത്തെ ചേർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള ഫംഗ്ഷൻസിനൊക്കെ ആണെങ്കിലും നന്നായിട്ട് പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ്. ക്രിസ്മസ് കളക്ഷൻ ആയതുകൊണ്ട് തന്നെ ക്രിസ്മസിന് വേണ്ടി നമ്മൾ ആ ഒരു ലൈറ്റ് ഷെയ്ഡ് കോമ്പിനേഷൻസ് ചേർച്ച് വെയർ ആയിട്ടൊക്കെ പറ്റുന്നത് പോലെ വന്നിരിക്കുന്നതാണ്. അപ്പം ഈ ഒരു സാരിയിൽ ഡിസൈൻ പാറ്റേൺ എല്ലാം സെയിം ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇത് കണ്ടോ, അതുപോലെ തന്നെ ആ ഒരു പിങ്കിൽ കാണിച്ച സെയിം വർക്ക് തന്നെയാണ്. പക്ഷെ കളർ കോമ്പിനേഷനിൽ മാത്രം വന്നിരിക്കുന്ന ആ ഒരു വ്യത്യാസമാണ്. പിങ്ക് പോലെ ഭയങ്കരമായിട്ട് കോൺട്രാസ്റ്റ് ചെയ്ത ഒരു ഡിസൈൻ അങ്ങനെ കാണാൻ പറ്റില്ല. പക്ഷെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വളരെ നല്ല ഭംഗിയായിട്ട് വന്നിരിക്കുന്ന ഒരു കളർ കോമ്പിനേഷനാണ്. ബാക്കിയെല്ലാം സെയിം ആട്ടോ, വേറെ ഒന്നും വ്യത്യാസമില്ല. ബാക്കി പറഞ്ഞ പോലെ ബോഡി പോർഷനിലാണെങ്കിലും ഇതുപോലെ ആ ഒരു ഗ്രീൻ ഡിസൈൻ വന്നിട്ടുണ്ട്. അതുപോലെ 2 ബോർഡറിലും ഉടുത്ത് വരുന്ന ഭാഗത്ത് ആ ഒരു ഫുൾ ബോർഡറിൽ വരുന്നത് പോലെ എംബ്രോയിഡറി ഉണ്ട്, സ്കാലപ്പ് ഫിനിഷ് ഉണ്ട്. പ്ലെയിൻ കളറിലെ ബ്ലൗസ് പീസ് ആണ് വന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഷെയ്ഡ് വരുന്നത്. തേർഡ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പീച്ച് കളറാണ്. നമ്മൾ നോർമലി നമുക്ക് ഈ ഒരു ചന്ദേരി സിൽക്കിലൊക്കെ വരുന്ന ആ ഒരു പീച്ച് ഷെയ്ഡ് അല്ല, കുറച്ചൊരു ബ്രിക്ക് ഷെയ്ഡൊക്കെ വരുന്ന പോലെ, ബ്രിക്ക് പീച്ചൊക്കെ അല്ലെങ്കിൽ ഒരു കുറച്ചൊരു ഡാർക്കർ എന്ന് പറയാൻ പറ്റില്ല, കുറച്ചൊരു ഡിം ഷെയ്ഡ് തന്നെയാണ്. അത് ഭയങ്കര ഒരു എറിച്ച് നിൽക്കുന്ന പീച്ചല്ല, എന്നാൽ ഒരു ബ്രൗണിഷ് ഒരു മിക്സ് വരുന്ന പോലത്തെ ഒരു പീച്ചാണ്. ലൈറ്റ് ഒരു ബ്രൗണിഷ് ടിൻഡ് വരുന്ന പോലത്തെ ഒരു പീച്ച് ഷെയ്ഡാണ്, പീച്ച് കളറാണ്. പക്ഷെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റയർ ഷെയ്ഡ് എന്ന് നമുക്ക് പറയാൻ പറ്റും. നമ്മൾ കോമൺലി കണ്ടുവരുന്ന ഒരു പീച്ച് ഷെയ്ഡൊന്നും അല്ല, കുറച്ച് നല്ലൊരു റയർ ആയിട്ടുള്ള ഒരു ബ്രിക്ക് ഷെയ്ഡ് വരുന്നൊരു സാരിയാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ആ ഒരു ഓഫ് വൈറ്റിൽ ഈ ഒരു കളറും ബ്ലെൻഡ് ആയിട്ടുണ്ട്. നമ്മൾ പിങ്ക് കാണിച്ചതുപോലെ തന്നെ ഓഫ് വൈറ്റിൽ നല്ല കോൺട്രാസ്റ്റ് ചെയ്ത് തന്നെ ഈ ഒരു ഫ്ലവർ ഡിസൈൻ കാണാൻ പറ്റും. കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. വേറെ ഡിഫറൻസ് ഒന്നുമില്ല, സെയിം പാറ്റേൺ തന്നെയാണ്. ബോഡി പോർഷനിൽ ഇതുപോലെ ഈ ഒരു പീച്ച് കളറിലെ ഡിസൈൻസ് വന്നിട്ടുണ്ട്. പ്ലെയിൻ കളറിലെ ബ്ലൗസ് വന്നിട്ടുണ്ട്. സെയിം പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. 3079 റുപ്പീസ്, 3079 റുപ്പീസ് ആണ്. അതുപോലെ നമ്മൾ ഷിപ്പിംഗ് നമുക്ക് പോസ്റ്റലായിട്ടും DTDC ആയിട്ടും ഉണ്ട്. അതിപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പോസ്റ്റലായിട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ മെൻഷൻ ചെയ്താൽ മതി. നമ്മൾ പോസ്റ്റലായിട്ടും അതുപോലെ DTDC ആയിട്ടും അയക്കുന്നതാണ്. രണ്ടിനെയും ഷിപ്പിംഗ് ചാർജിന് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നമ്മളെ പേഴ്സണലി കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് ഷിപ്പിംഗ് ചാർജ് എത്രയാണെന്നും അത് പ്ലേസ് അനുസരിച്ചും അതുപോലെ വ്യത്യാസം വരും. അത് നമ്മൾ നേരിട്ട് കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് പറയുന്നതായിരിക്കും. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു ടീൽ ബ്ലൂ കളറാണ്. നമുക്ക് ബ്ലൂവിന്റെ ഷെയ്ഡ് ഒരു ടീൽ ബ്ലൂ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. അതും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. നമുക്ക് ഇതിനകത്തെ കളേഴ്സിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ നോർമലി കാണുന്ന ഒരു പേസ്റ്റൽ ഷെയ്ഡിലല്ല ഇതിനകത്ത് വന്നിരിക്കുന്ന ഷെയ്ഡ്സ് എല്ലാം തന്നെ കുറച്ചൊരു ഓഫ് ആയിട്ടുള്ള പേസ്റ്റൽ ഷെയ്ഡ്സ്. അതായത് കുറച്ച് അതിൻ്റെ കുറച്ചുകൂടി ഒരു ഡാർക്കർ ടോൺ ആണ്, എന്നാൽ കുറച്ചും കൂടി ഒരു ഒത്തിരി എറിച്ച് നിൽക്കാത്ത കുറച്ചുകൂടി ഒരു സോഫ്റ്റ് വരുന്ന പോലത്തെ ഒരു ടോണിലാണ് വന്നിരിക്കുന്നത്. നോർമലി കണ്ടുവരുന്ന ടോൺസും അല്ല. ഇപ്പോൾ ബ്ലൂവിൻ്റെ ആണെങ്കിലും പീച്ചിൻ്റെ ആണെങ്കിലും പിങ്കിൻ്റെ ആണെങ്കിലും ഒക്കെ ഭയങ്കര കോമൺ ആയിട്ടുള്ള ഷെയ്ഡ്സ് അല്ല.
കുറച്ചൊരു ഒരു പേസ്റ്റൽ ഷെയ്ഡിൽ വരുന്ന കുറച്ചൊരു ഡിം ഷെയ്ഡിലും അതുപോലെ വരുന്ന പോലത്തെ ഒരു ഡിം എന്ന് പറഞ്ഞാൽ കളർ ഇല്ലെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് ടീൽ ബ്ലൂ അറിയാമല്ലോ, ഭയങ്കരമായിട്ട് ഇങ്ങനെ എറിച്ചു നിൽക്കുന്ന ബ്ലൂ അല്ല, സ്കൈ ബ്ലൂ പോലെ ഭയങ്കര പ്ലസന്റ് ബ്ലൂ അല്ല, നല്ലൊരു ഡിഫറെന്റ് ഷെയ്ഡിലുള്ള ഒരു നല്ലൊരു ബ്ലൂ ഷെയ്ഡ്, ഒരു ആഷിനോടൊക്കെ ഒരു മിക്സ് ആയിട്ട് വരുന്ന ഒരു ടീൽ ബ്ലൂ ഷെയ്ഡാണ്. അപ്പം ആ ഷെയ്ഡ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പെയർ ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു നല്ല, ഇതിന്റെ കൂടെ പ്ലെയിൻ ബ്ലൗസ്, ഈ പറഞ്ഞ പോലെ ഇതിന്റെ കൂടെ വിത്ത് ബ്ലൗസ് ഉള്ള പ്ലെയിൻ ബ്ലൗസ് ഇട്ടാതെ ഈ ഒരു വർക്കിന്റെ കളറുള്ള ബ്ലൗസ് ഇട്ടാലും നല്ല ഭംഗിയായിരിക്കും. നന്നായിട്ട് നമുക്ക് ഒരു ഒക്കേഷനൊക്കെ പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ്. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്, സെയിം ഒരു മോട്ടീവ്സ് ഒക്കെ വരുന്നതാണ്. ഇത് നമുക്ക് ഒരു കളർ ഷെയ്ഡും കൂടെ ഉണ്ട്, ഒരു ലാവൻഡർ ഷെയ്ഡ് കൂടെ ഉണ്ട്. ലാവൻഡർ ഷെയ്ഡ് ഞാൻ ജസ്റ്റ് ഒന്ന് ഉടുത്ത് വെച്ച് കാണിക്കാം, അപ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആവും. നമുക്ക് കുറേ പേർക്കൊക്കെ ഇത് ഉടുത്ത് വരുമ്പോഴത്തെ ഒരു ലുക്ക് എങ്ങനെയാണെന്നുള്ള കൺഫ്യൂഷൻ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ലാസ്റ്റത്തെ ആ ഒരു ലാവൻഡർ ഷെയ്ഡ് നമുക്ക് മാനിക്യൂണിൽ ഒന്ന് വെച്ച് കാണിച്ചു തരാം. ഇന്നത്തെ കളക്ഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ വൈറ്റിന്റെ കളക്ഷനും അതുപോലെ പേസ്റ്റലിന്റെ കളക്ഷനും ഓഫ് വൈറ്റിന്റെ കളക്ഷൻസും ഇപ്പൊ ഹാൻഡ് പിക്കിൽ കാണിച്ചു. ഇനി നമുക്ക് ഹാൻഡ് എംബ്രോയിഡറി അതുപോലെ സബ്സ്ക്രൈബർ കളക്ഷനിലും ഒക്കെ കുറെ ക്രിസ്മസ് കളക്ഷൻസ് വന്നിട്ടുണ്ട്, അതും കാണിക്കാം. അതുകൂടാതെ നമുക്ക് ഈ ഒരു ഹാൻഡ് പിക്കിൽ നമ്മൾ പുതിയ പുതിയ കളക്ഷൻസ് വീണ്ടും കൊണ്ടുവരുന്നുണ്ട്. അതിന്റെ വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ഈ ഒരു ക്രിസ്മസ് ഈ ഒരു മന്ത് ഫുൾ ആയിട്ട് നമുക്ക് ഈ ഒരു ഒരുപാട് കളക്ഷൻസ് പുതുതായിട്ട് വരുന്നത് കാണിക്കുന്നുണ്ട്. അപ്പൊ വീഡിയോസ് ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.